CPM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ കണ്ണൂരിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. വരണാധികാരിയായ അസിസ്റ്റന്റ് ഡെവലപ്മെന്റ് കമ്മീഷണറുടെ മുന്നിലാണ് പിണറായി പത്രിക സമർപ്പിച്ചത്. വിശദാംശങ്ങൾ ജോഷില നൽകും. ജോഷില, പിണറായിക്ക് പുറമെ മറ്റേതൊക്കെ ജില്ലയിലെ നേതാക്കളാണ് ഇന്ന് പത്രിക സമർപ്പിച്ചത്? CPM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞു. കണ്ണൂർ അസിസ്റ്റന്റ് ഡെവലപ്മെന്റ് കമ്മീഷണർ സാജു സെബാസ്റ്റ്യന് മുൻപിലാകെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. പിണറായി വിജയൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് മുൻപ് ജില്ലയിലെ നായനാർ, EK നായനാർ, അഴീക്കുടൻ രാഘവൻ, ചടയൻ ഗോവിന്ദൻ എന്നിവരുടെ വീടുകൾ സന്ദർശിച്ചു. അതിനുശേഷം ചെറുകഥാകൃത്ത് T പത്മനാഭനെ സന്ദർശിച്ച ശേഷമാണ് അദ്ദേഹം CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തിയത്. അവിടെ നിന്നും പ്രവർത്തകർ ജാഥയായാണ് കളക്ടറേറ്റിലെത്തിയത്. കളക്ടറേറ്റിൽ കണ്ണൂർ അസിസ്റ്റന്റ് ഡെവലപ്മെന്റ് കമ്മീഷണർ സാജു സെബാസ്റ്റ്യന് മുൻപാകെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. ജില്ലയിലെ 9 LDF സ്ഥാനാർത്ഥികൾ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ, KK ശൈലജ ടീച്ചർ, കണ്ണൂർ മണ്ഡലം സ്ഥാനാർത്ഥി രാമചന്ദ്രൻ കടന്നപ്പള്ളി, TV രാജേഷ്, C കൃഷ്ണൻ, AN ഷംസീർ, KT ജോസ് എന്നിവരാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത്. ഇവര് രാമചന്ദ്രൻ കടന്നപ്പള്ളി, അതുപോലെ തന്നെ നികേഷ് കുമാർ, അഴീക്കോട് മണ്ഡലം സ്ഥാനാർത്ഥി നികേഷ് കുമാർ എന്നിവർ 2:30 നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. KT ജോസ് ഇരിക്കൂറിലെ BDOയ്ക്ക് മുന്നിലും, KK ശൈലജ ടീച്ചർ കൂത്തുപറമ്പ് BDOയ്ക്ക് മുന്നിലും, C കൃഷ്ണൻ BDOയ്ക്ക് മുന്നിലും, AN ഷംസീർ തലശ്ശേരി സബ് കളക്ടർക്ക് മുൻപാകെയുമാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക. PV ജോഷിലാണ് വിശദാംശങ്ങൾ നൽകിയത്. പിണറായി വിജയൻ ധർമ്മടത്ത് മത്സരിക്കുന്ന PB അംഗം പിണറായി വിജയൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പ്രതിപക്ഷ നേതാവും മലമ്പുഴ മണ്ഡലം സ്ഥാനാർത്ഥിയുമായി VS അച്യുതാനന്ദൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പ്രമുഖ LDF നേതാക്കൾക്കൊപ്പം എത്തിയാണ് VS പത്രിക സമർപ്പിച്ചത്. വിശദാംശങ്ങൾ AK ലതീഷ് നൽകും. ലതീഷ്, ആരൊക്കെ ഉണ്ടായിരുന്നു VSനൊപ്പം പത്രിക സമർപ്പിക്കാൻ? ഒപ്പം തന്നെ മറ്റ് ജില്ലയിലെ പ്രമുഖർ ഇന്ന് പത്രിക നൽകിയവരിൽ പെടുന്നവർ? പ്രജീഷ്, LDFന്റെ മലമ്പുഴ മണ്ഡലം സ്ഥാനാർത്ഥിയും പ്രതിപക്ഷ നേതാവുമായ VS അച്യുതാനന്ദൻ പാലക്കാട് കളക്ടറേറ്റിലെ സഹകരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ PM ശശിഭൂഷൺ മുമ്പാകെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. 1:30യോടെയാണ് VS പത്രിക സമർപ്പിച്ചത്. VSനൊപ്പം CPIMന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറി CK രാജേന്ദ്രൻ, MP രാജേഷ് MP, മറ്റ് മണ്ഡലത്തിലെ LDFന്റെ മറ്റ് നേതാക്കൾ എന്നിവരും VSനൊപ്പം എത്തിയിരുന്നു നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനായി. പത്രികാ സമർപ്പണം കഴിഞ്ഞ് ഇറങ്ങിയ VS മാധ്യമപ്രവർത്തകരോടായി പറഞ്ഞത് LDF വലിയ വിജയം നേടുമെന്ന ബേജാറ് കൊണ്ടാണ് ഉമ്മൻചാണ്ടി തനിക്കെതിരെ ഇത്തരം ചില ജൽപ്പനങ്ങൾ നടത്തുന്നത്. ഇതൊന്നും താനോ അതേപോലെ തന്നെ LDFോ കാര്യമായി എടുക്കുന്നില്ല. ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ LDF വലിയ വിജയം നേടാൻ വേണ്ടി പോവുകയാണ് എന്ന ഒരു പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. VSനെ കൂടാതെ പാലക്കാട് ജില്ലയിലെ മറ്റ് 11 സ്ഥാനാർത്ഥികളും VS ഉൾപ്പെടെയുള്ള 12 സ്ഥാനാർത്ഥികൾ LDFന്റെ സ്ഥാനാർത്ഥികൾ ഇതിനകം തന്നെ നോമിനേഷൻ നൽകി കഴിഞ്ഞു. AK ബാലൻ ലാൻഡ് അക്വിസിഷൻ ഡെപ്യൂട്ടി കളക്ടർ മുമ്പാകെയും, പാലക്കാട് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി NN കൃഷ്ണദാസ് പാലക്കാട് RDO മുമ്പാകെയും, P ഉണ്ണി ഒറ്റപ്പാലം സബ് കളക്ടർ മുമ്പാകെയും, ഷൊർണൂർ സ്ഥാനാർത്ഥി PK ശശി ഒറ്റപ്പാലം BDO മുമ്പാകെയും, കോങ്ങാട് മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി KV വിജയദാസ് ഒലവക്കോട് DFO മുമ്പാകെയും, ആലത്തൂരിലെ സ്ഥാനാർത്ഥി KD പ്രസേനൻ ആലത്തൂർ BDO മുമ്പാകെയും, നെന്മാറയിലെ സ്ഥാനാർത്ഥി K ബാബു നെന്മാറ DFO മുമ്പാകെയും, തൃത്താല മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി സുബൈദ ഇസാഖ് തൃത്താല BDOക്ക് മുന്നിലും, മണ്ണാർക്കാട് മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി KP സുരേഷ് രാജ് മണ്ണാർക്കാട് DFO മുമ്പാകെയും, പട്ടാമ്പിയിൽ നിന്നും ജനവിധി തേടുന്ന LDFന്റെ സ്ഥാനാർത്ഥി മുഹമ്മദ് മുഹസിൻ പട്ടാമ്പി BDO മുമ്പാകെയും, ചിറ്റൂരിലെ സ്ഥാനാർത്ഥി K കൃഷ്ണൻകുട്ടി പാലക്കാട് ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ മുമ്പാകെയും ഇതിനകം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞു. പാലക്കാട് ജില്ലയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പണം 2ാം ദിവസത്തിൽ സ്വന്തം മണ്ഡലത്തിൽ വോട്ടർമാരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനാകാതെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. സാറേ, കുടിവെള്ളമില്ലേ എന്ന ചോദ്യത്തിന് എന്താ വീടില്ലേ എന്ന് തിരിച്ചു ചോദിച്ച് മുഖ്യമന്ത്രി ഒഴിഞ്ഞു മാറുകയായിരുന്നു. റാംജി റാവ് സ്പീക്കിംഗ് എന്ന ചിത്രത്തിലെ കമ്പിളിപ്പുതപ്പ് എന്ന മുകേഷിന്റെ ഡയലോഗിനെ ഓർമ്മപ്പെടുത്തുന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രകടനം. കുടിവെള്ളം എന്ന് പറയുന്ന സംഭവം ഇവിടെ കിട്ടുന്നില്ല. ഈ 2 ജനവാസം ഏറ്റവും കൂടുതൽ ഇവിടുത്തെ ജനവാസ പ്രദേശമാണ് 2 കോളനി. വീട് കൊല്ലമായിട്ട് ഇവിടെ കുടിവെള്ളം എന്ന് പറയുന്ന സംഭവം ഇവിടെ കിട്ടുന്നില്ല. ഈ 2 ജനവാസം ഏറ്റവും കൂടുതൽ ഇവിടുത്തെ ജനവാസ പ്രദേശമാണ് 2 കോളനി. വീട്
ഇടതുമുന്നണി ജയിക്കുമെന്ന ബേജാറിലാണ് ഉമ്മൻചാണ്ടിയുടെ ജൽപ്പനങ്ങളെന്ന് VS അച്യുതാനന്ദൻ പറഞ്ഞു. ഇത് താനോ LDFോ കാര്യമാക്കുന്നില്ല. VSനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന ഉമ്മൻചാണ്ടിയുടെ പ്രസ്താവനയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഉമ്മൻചാണ്ടിയോ അതേപോലെ മറ്റു പ്രമുഖരാരെങ്കിലുമോ അടിച്ചുവിടുന്ന ഇത്തരം ആക്ഷേപങ്ങൾ കാര്യമായിട്ടുള്ള നിലയിലൊന്നും പരിഗണിക്കേണ്ടതല്ല. ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വൻ ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കാൻ പോകുകയാണ്. അതിലുള്ള ബേജാറിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പലതും തട്ടിവിടും. അതിൽ നിങ്ങളൊന്നും തെറ്റിദ്ധരിക്കേണ്ടതില്ല. ജനസംഘവുമായി CPM സഖ്യമുണ്ടാക്കിയെന്ന ഉമ്മൻചാണ്ടിയുടെ ആരോപണം കള്ളക്കഥയെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ജനതാ പാർട്ടിയുമായി ചേർന്നാണ് CPM അടിയന്തരാവസ്ഥയെ നേരിട്ടത്. അടിയന്തരാവസ്ഥ പിൻവലിച്ച ശേഷമാണ് ഉമ്മൻചാണ്ടി രംഗത്തെത്തിയത്. തുടർന്ന് ആന്റണിയും ഉമ്മൻചാണ്ടിയും LDFന്റെ ഭാഗമായി. ഉമ്മൻചാണ്ടി ജനങ്ങളുടെ ഓർമ്മശക്തി പരീക്ഷിക്കരുതെന്നും കോടിയേരി പ്രതികരിച്ചു. സന്തോഷ് മാധവന് ഭൂമിദാനം ചെയ്ത കേസിൽ വിജിലൻസിന്റെ ക്വിക്ക് വെരിഫിക്കേഷൻ റിപ്പോർട്ട് മൂവാറ്റുപുഴ വിജിലൻസ് കോടതി സ്വീകരിച്ചില്ല. അജണ്ടയിലില്ലാത്ത വിഷയം മന്ത്രിസഭാ യോഗത്തിന്റെ പരിഗണനയ്ക്ക് വന്നതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടോ എന്ന് കോടതി ആരാഞ്ഞു. വിശദാംശങ്ങൾ സാലി മുഹമ്മദ് നൽകും. സാലി, ഇക്കാര്യം കോടതിയിലേക്ക് എത്തുമ്പോഴും കോടതി ഒട്ടേറെ സംശയങ്ങൾ ഉയർത്തുകയാണോ? യഥാവിധി ക്വിക്ക് വെരിഫിക്കേഷൻ പോലും നടത്തിയിട്ടില്ല എന്ന് ബോധ്യപ്പെടുന്നു. പ്രജീഷ്, ക്വിക്ക് വെരിഫിക്കേഷൻ റിപ്പോർട്ട് ഇന്ന് അടൂർ പ്രകാശിനെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള റിപ്പോർട്ടാണ് ഇന്ന് കോടതിയിൽ വിജിലൻസ് സമർപ്പിച്ചത്. എന്നാൽ റിപ്പോർട്ട് കോടതി സ്വീകരിച്ചില്ല. ചില കാര്യങ്ങളിൽ വിശദീകരണം നൽകേണ്ടതുണ്ട് എന്നാണ് കോടതി വ്യക്തമാക്കിയത്. അത് സംബന്ധിച്ച് വിശദീകരണം നൽകാൻ അന്വേഷണ ഉദ്യോഗസ്ഥനോട് അടുത്ത മാസം 2-നകം ഈ ഇക്കാര്യങ്ങളിൽ വിശദീകരണം ഉൾപ്പെടെ സമർപ്പിക്കാൻ കോടതി ആവശ്യപ്പെടുകയായിരുന്നു. അതായത് ഈ പ്രസ്തുത ഇടപാടിൽ വ്യവസായ മന്ത്രിയുടെ ഇടപെടലിനെ കുറിച്ച് അന്വേഷിച്ചോ എന്നാണ് കോടതി ചോദിച്ച പ്രധാനപ്പെട്ട ഒരു ചോദ്യം. മന്ത്രിസഭാ യോഗത്തിന്റെ അജണ്ടയിൽ ഇല്ലാതിരുന്ന കാര്യം എങ്ങനെ ഔട്ട് ഓഫ് അജണ്ടയായി മന്ത്രിസഭാ യോഗത്തിൽ എത്തി എന്നത് അന്വേഷിച്ചോ? ഒപ്പം വ്യവസായ മന്ത്രി എന്തുകൊണ്ട് അജണ്ടയിൽ ഇല്ലാത്ത കാര്യം മന്ത്രിസഭാ യോഗത്തിൽ വ്യവസായ മന്ത്രി നേരിട്ട് സമർപ്പിച്ചു? മാത്രമല്ല, ഭൂമി കൈമാറ്റത്തിനുള്ള സർട്ടിഫിക്കേഷൻ കമ്മിറ്റി, ഇതിനുള്ള അപേക്ഷ സർട്ടിഫിക്കേഷൻ കമ്മിറ്റി നിരസിച്ചതാണ്. ആ പ്രസ്തുത ഭൂമി തണ്ണീർത്തടവും നെൽവയലുമാണെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഈ ഒരു നടപടി. എന്നാൽ ഇത് മറികടന്ന് എങ്ങനെ മന്ത്രിസഭാ യോഗം ഒരു തീരുമാനം കൈക്കൊണ്ടു? ഇതിനെങ്ങനെ മന്ത്രിസഭയുടെ അനുമതി ലഭിച്ചു? ഒപ്പം ഇക്കാര്യത്തിൽ ഏതെങ്കിലും കാര്യത്തിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് അന്വേഷിച്ചില്ല? തുടങ്ങിയ കാര്യങ്ങളാണ് കോടതി ആരാഞ്ഞത്. ഇക്കാര്യത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ അടുത്ത മാസം 2-നകം അന്വേഷണം പൂർത്തിയാക്കി വിശദീകരണം നൽകണം എന്നാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു നടപടിക്രമം എന്ന് തന്നെ വിശേഷിപ്പിക്കാം. അടൂർ പ്രകാശിനെ കുറ്റവിമുക്തനാക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ടുമായി കോടതിയിൽ ചെന്ന വിജിലൻസിന് മറ്റൊരു മന്ത്രിക്കെതിരെ കൂടി അന്വേഷണം നടത്തണം എന്ന നിർദ്ദേശമാണ് കോടതിയിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. സാലി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. ബാർക്കോഴ ഗൂഢാലോചന കേസിൽ ക്രൈംബ്രാഞ്ച് ഇന്ന് ബാറുടമകളുടെ മൊഴി രേഖപ്പെടുത്തിയില്ല. ബാറുടമകൾ അസൗകര്യം അറിയിച്ചതിനെ തുടർന്ന് മൊഴിയെടുപ്പ് മാറ്റി. ബാർക്കോഴ കേസിൽ SP സുകേശൻ ഗൂഢാലോചന നടത്തിയെന്ന പരാതിയിലാണ് ബാറുടമകളുടെ മൊഴിയെടുക്കേണ്ടിയിരുന്നത്. D രാജ്കുമാർ, PN കൃഷ്ണദാസ്, MD ധനേഷ് എന്നിവരാണ് മൊഴി നൽകേണ്ടിയിരുന്നത്. ഉത്തരാഖണ്ഡ് വിഷയത്തിൽ പാർലമെന്റിന്റെ ഇരുസഭകളിലും പ്രതിപക്ഷ ബഹളം. ചോദ്യോത്തരവേള നിർത്തിവെച്ച് വിഷയം ചർച്ച ചെയ്യണമെന്ന ആവശ്യം ലോക്സഭാ സ്പീക്കർ സുമിത്ര മഹാജൻ തള്ളി. മല്ലികാർജ്ജുന ഖാർഗെയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് MPമാർ സഭയുടെ നടുത്തളത്തിൽ ഇരുന്ന് മുദ്രാവാക്യം വിളിച്ചു. ബഹളത്തെ തുടർന്ന് രാജ്യസഭ 2 മണിവരെ നിർത്തിവെച്ചു. കോടതിയുടെ പരിഗണനയിലുള്ള വിഷയം ചർച്ച ചെയ്യാനാകില്ലെന്ന നിലപാടിൽ ഉറച്ചു തന്നെയാണ് കേന്ദ്ര സർക്കാർ. വിശദാംശങ്ങൾ സന്തോഷ് സർലിംഗ് നൽകും. സന്തോഷ്, ഇരുസഭകളും ഇക്കാര്യത്തിൽ നിലപാട് പ്രതിപക്ഷം രൂക്ഷമായ ഭാഷയിൽ തന്നെ ഇരുസഭകളിലും വിഷയം ഉന്നയിച്ചുവോ? എന്താണ് കേന്ദ്ര സർക്കാർ കാര്യത്തിൽ നിലപാട് ആവർത്തിക്കുന്നത്? പ്രജീഷ്, ഉത്തരാഖണ്ഡ് സർക്കാർ പിരിച്ചുവിട്ട രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ വിഷയം സഭയുടെ എന്തായാലും വൻ പ്രക്ഷുബ്ധമാണ് ഉയർത്തിയിരിക്കുന്നത്. ഇന്ന് രാജ്യസഭയാകട്ടെ 2 മണിവരെ നിർത്തിവെച്ച് വീണ്ടും ചേർന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും 3 മണിവരെ പിരിഞ്ഞിരിക്കുകയാണ്. സഭ നടത്തിക്കൊണ്ടു പോകാനുള്ള ഒരു സാഹചര്യം ഇല്ല എന്നാണ് ഡെപ്യൂട്ടി സ്പീക്കർ വ്യക്തമാക്കിയത്. പ്രതിപക്ഷം സഭയുടെ നടുത്തളത്തിൽ ഇറങ്ങി വിഷയം ചർച്ച ചെയ്യണം എന്ന ആവശ്യം ഉന്നയിച്ചു. പക്ഷെ ഒരു തരത്തിലും വിഷയം ചർച്ച ചെയ്യില്ല എന്ന നിലപാടിൽ തന്നെയാണ് കേന്ദ്ര സർക്കാർ ഉറച്ചു നിൽക്കുന്നത്. പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാർ
ചൂണ്ടിക്കാണിക്കുന്നത് ചട്ടപ്രകാരം, സഭാ ചട്ടപ്രകാരം വിഷയം ചർച്ച ചെയ്യാൻ പറ്റില്ല. കാരണം നിലവിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയതിനെതിരെയുള്ള വിഷയം കോടതിയുടെ പരിഗണനയിലാണ്. സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഈ വിഷയം പരിഗണിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ സഭ ഇത് ചർച്ച ചെയ്യേണ്ടതില്ല എന്ന നിലപാടിലാണ് കേന്ദ്ര സർക്കാർ. സഭാ ചട്ടങ്ങൾ ഉയർത്തിക്കൊണ്ട് പോയിന്റ് ഓഫ് ഓർഡർ ഉയർത്തിയാണ് കേന്ദ്ര സർക്കാർ ഈ വിഷയം അവതരിപ്പിക്കുന്നത്. ഇതാണ് സഭയെ പ്രക്ഷുബ്ധമാക്കുന്നത്. ഈ വിഷയം ലോക്സഭയിൽ മല്ലികാർജ്ജുന ഖാർഗെ അവതരിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞത് ജനാധിപത്യത്തെ കൊല്ലുകയാണ് BJP ഇതര സർക്കാരുകളെ രാജ്യത്ത് നിന്ന് തുടച്ചു നീക്കാനാണ് NDA സർക്കാർ ശ്രമിക്കുന്നതെന്നായിരുന്നു ആരോപിച്ചു. ഇതിന് രാജ്നാഥ് സിംഗ് മറുപടി പറഞ്ഞു. കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ ഒന്നും ചെയ്തിട്ടില്ല. കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് പ്രശ്നങ്ങളാണ് ഉത്തരാഖണ്ഡിന് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചതെന്നായിരുന്നു രാജ്നാഥ് സിംഗിന്റെ വിശകലനം. ഇതേറെ സഭയിൽ ഏറെ പ്രക്ഷുബ്ധമുണ്ടായി. ഇതിനിടയിൽ ലോക്സഭയിൽ തന്നെ മല്ലികാർജ്ജുന ഖാർഗെയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് അംഗങ്ങൾ സഭയുടെ നടുത്തളത്തിൽ ഇരുന്നു കൊണ്ട് മുദ്രാവാക്യങ്ങൾ ഉയർത്തുകയും ചെയ്തു. രാജ്യസഭയിലാകട്ടെ പ്ലക്കാർഡുകൾ ഉയർത്തി. ഡെപ്യൂട്ടി സ്പീക്കർ തന്നെ പലതവണ പ്ലക്കാർഡുകൾ ഉയർത്തുന്നത് സഭാചട്ടങ്ങൾക്ക് എതിരാണെന്ന് ചൂണ്ടിക്കാണിച്ചെങ്കിലും പ്ലക്കാർഡ് ഉയർത്തിക്കൊണ്ടുള്ള പ്രതിപക്ഷ ബഹളമാണ് രാജ്യസഭയിലും വ്യക്തമാണ്. സന്തോഷ് സർലിംഗാണ് വിശദാംശങ്ങൾ നൽകിയത്. പശ്ചിമബംഗാൾ നിയമസഭയിലേക്കുള്ള 4ാം ഘട്ട വോട്ടെടുപ്പ് ആരംഭിച്ചു. 49 മണ്ഡലങ്ങളിലേക്കാണ് 4ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. ഒരു കൂട്ടം കർഷകരുടെ കൂട്ടായ്മയിൽ തരിശുഭൂമി വിളഭൂമിയായി മാറി. കാസർഗോഡ് പെരിയയിലാണ് 2 ഏക്കറോളം തരിശുഭൂമി പച്ചക്കറി കൃഷിത്തോട്ടമായി മാറിയത്. മുമ്പ് തരിശിട്ട ഭൂമിയിലാണ് ഇപ്പോൾ നാടിന് മാതൃകയായി കാസർഗോഡ് പെരിയയിൽ കർഷക കൂട്ടായ്മയിൽ പച്ചക്കറി കൃഷി നടത്തുന്നത്. പെരിയ ബസാറിലെ MV കുഞ്ഞിരാമനും സുഹൃത്തുക്കളും ചേർന്നാണ് ഈ സംരംഭത്തിന്റെ നേതൃത്വം. കുന്നും കുഴിയും നിറഞ്ഞ സ്ഥലം മണ്ണിട്ട് നികത്തിയാണ് കൃഷിക്ക് അനുയോജ്യമാക്കിയത്. കുഴൽക്കിണർ സ്ഥാപിച്ച് സമൃദ്ധമായി വെള്ളവും ലഭ്യമാക്കി. പാവൽ, പയർ, ഞരമ്പൻ തുടങ്ങിയ ഇനങ്ങളിലാണ് പച്ചക്കറി കൃഷി. പച്ചക്കറി കൃഷിയിൽ നിന്നും തരക്കേടില്ലാത്ത വരുമാനം ലഭിക്കുമെന്നും ഇത് ജീവിതമാർഗമായി മാറ്റാനാകുമെന്നും കർഷകനായ MV കുഞ്ഞിരാമൻ പറഞ്ഞു. സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ തരക്കേടില്ല. കാലിവളവും ആട്ടും കാഷ്ടം കോഴിവളം അങ്ങനത്തെയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. പുറത്തുനിന്ന് കർണാടകത്തിൽ നിന്നോ തമിഴ്നാട്ടിൽ നിന്നോ കൊണ്ടൊന്നല്ല. ഇവിടുത്തെ സാധനം എന്ന് പറയുമ്പോൾ നമ്മൾ 1 കിലോ വാങ്ങിക്കുന്നത് 2 കിലോ വാങ്ങിക്കും. നേന്ത്രവാഴ കൃഷിക്ക് ശേഷമാണ് അതേ സ്ഥലത്ത് പച്ചക്കറി കൃഷി ആരംഭിച്ചത്. വിവിധ ഇനങ്ങൾ മാറി മാറി കൃഷി ചെയ്യുന്ന രീതിയാണ് അവലംബിക്കുന്നത്. പരമാവധി കീടനാശിനികൾ ഒഴിവാക്കിയും ജൈവവളങ്ങൾ ഉപയോഗിച്ചുമാണ് കൃഷി. ഉൽപ്പന്നങ്ങൾ വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരളയുടെ പ്രാദേശിക വിപണന കേന്ദ്രങ്ങൾ മുഖേന വിറ്റഴിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.